അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് മേജർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിനെ പറ്റിയാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സയൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെക്കാനിക്സും അല്ലെങ്കിൽ ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീംസും ഒക്കെ പഠിക്കുന്നത്. അതുപോലെ ഈ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും വ്യത്യസ്തമായ ശാഖകളുണ്ട്. ഒരു മരത്തിന് പല ശാഖകൾ ഉള്ളതുപോലെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ നാളെ ഭാവിയിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ വർക്ക് ചെയ്യുക ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഏരിയാസിലായിരിക്കും ഒരു പക്ഷേ. മനസ്സിലാവുന്നുണ്ടോ? അതായത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ തന്നെ അതിനകത്ത് നിങ്ങളൊരു ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്ന ബിൽഡിംഗ്, അത് ബിൽഡ് ചെയ്തതിൻ്റെ പിന്നിൽ കുറേ ഡിസൈൻസ് ഇൻവോൾവ് ആണ്. ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ബിൽഡിങ് എങ്ങനെയൊക്കെ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ഏതൊക്കെ അളവുകൾ ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച ഒരു ഡിസൈനർ അതിനകത്ത് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മണ്ണിനടിയിൽ നിങ്ങൾ കാണാത്ത ഒരു ഫൗണ്ടേഷൻ എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് ഡിസൈൻ ചെയ്യാനായിട്ട് അതിനകത്ത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആണ്. ഓക്കെ, അതുപോലെ അതേ ബിൽഡിങ്ങിൽ തന്നെ അതിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ ലിഫ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ഭാഗം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആവും. അതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻവോൾവ് ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതേ ബിൽഡിങ്ങിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം എത്തിക്കുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ ആയിരിക്കാം. അതൊരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയിരിക്കാം അത് ചിലപ്പം ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സ്ട്രീംസ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ആണ് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലൊക്കെ. അപ്പോൾ അതിൽ സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഇറ്റ്സ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സ്ട്രക്ചറൽ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ എലമെൻറ്റ്സ്. അതായത് എന്നെ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ, പക്ഷേ എൻ്റെ സ്ട്രക്ചറൽ എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്ന ഒരു സ്കെലട്ടൺ ഉണ്ട്, അസ്ഥികൂടമുണ്ട്. മനസ്സിലായി? ആ അസ്ഥികൂടത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും അല്ലേ, ഞാൻ ഈ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നതും. അപ്പോൾ ഈ അസ്ഥികൾ ആക്ച്വലി ഇതിനുള്ളിലൊരു എൻ്റെ ബോഡിക്കുള്ളിൽ ഒരു ഫ്രെയിം വർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ പുറമേ നിങ്ങൾ എന്താണ് ഒരു ബിൽഡിങ്ങിന് പ്ലാസ്റ്ററിങ് ഉള്ളതുപോലെയും പെയിൻറ് ഉള്ളതുപോലെയൊക്കെയാണ് എൻ്റെ പുറമേ ഉള്ള സ്കിന്നും അല്ലെങ്കിൽ ഈ ക്ലോത്തിങ്ങും ഒക്കെ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു അസ്ഥികൂടം ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലും കുറേ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. അതായത് ആ ബിൽഡിങ്ങിൽ ഡാം ആയിക്കോട്ടെ വീടുകളായിക്കോട്ടെ ആ ബിൽഡിങ്ങിൽ ആ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന കുറേ ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ തലയിലോട്ടൊരു വെയിറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആക്ച്വലി ആ വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു റൂട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആ റൂട്ട് പോലെ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് വരുന്ന വെയിറ്റുകൾ, അത് കാറ്റാവാം, എർത്ത്ക്വേക്ക് ഫോഴ്സസ് ആവാം, സെൽഫ് വെയിറ്റ് ആവാം, ഇതിനെയൊക്കെ എടുക്കുന്ന ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് എല്ലാ ബിൽഡിങ്സിനും ഉണ്ട്. ഇപ്പം ബുർജ് ദുബായെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നമ്മൾ പുറമേ കാണുമ്പോൾ കുറേ ഗ്ലാസ് ഫസാഡുകളായിരിക്കും അല്ലേ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിനൊരു സ്ട്രക്ചറൽ എലമെൻ്റ് ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ട്. ആ സ്ട്രക്ചറൽ എലമെൻസിൻ്റെ ഇൻറ്റഗ്രേഷനാണ്, ആ അസ്ഥികൂടമാണ് ആക്ച്വലി ആ ബിൽഡിങ്ങിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്, ഡ്യൂറബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ആ സ്ട്രക്ചറൽ എലമെൻസിനെ ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രീമാണ്, ഏരിയയാണ് സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്ട്രക്ചറൽ ഡിസൈൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ല, അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ശാഖ എന്ന് പറയുന്നത് ഈ ബുർജ് ദുബായിയുടെ താഴെ നമ്മൾ കാണാത്ത ഈ പറഞ്ഞ ഫൗണ്ടേഷൻ എന്നൊരു സംഗതിയുണ്ട് അല്ലേ. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ഡിസൈൻ ചെയ്ത് ആരായിരിക്കും? അതൊരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയിരിക്കും. അത് മറ്റൊരു സ്ട്രീമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡാമുകളെ പറ്റി സംസാരിക്കാറുണ്ട് അല്ലേ. ഡാമുകളുടെ ഒക്കെ ഡിസൈൻ ആരാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാമുകളിൽ എത്ര വോളിയം ഓഫ് വാട്ടർ അത് സ്റ്റോർ ചെയ്യണം, എത്ര റിസർവോയറിൽ വെക്കണം, എത്ര തുറന്നു വിടണം, ആ തുറന്നു വിടുന്നത് ട്രാവൽ ചെയ്ത് പോകുക, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് പോകാനായിട്ട് കനാലുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഏത് ഷേപ്പ് ഓഫ് കനാൽ വേണം, ആ കനാലിന് എത്ര വലിപ്പം വേണം, ആ കനാലിന് റൂട്ട് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ചെയ്യുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ഉണ്ട്. അല്ലെങ്കിൽ ഇറിഗേഷനിലേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഒക്കെ ക്രമീകരിക്കുന്ന ഇറിഗേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇറിഗേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രീമാണ്. സോ നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞു, ജിയോ ടെക്നിക്കൽ പറഞ്ഞു, ഇറിഗേഷൻ പറഞ്ഞു, അല്ലെ വാട്ടർ റിസോഴ്സ് പറഞ്ഞു. അതുപോലെ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഒക്കെ മാനേജ് ചെയ്യാൻ, റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ, മാൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ, ടൈം ഇതൊക്കെ മാനേജ് ചെയ്യാൻ കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരോ സ്ട്രീംസ് ആണ്. ഇപ്പോൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നോക്കും സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യും, അവൻ യൂസ് ചെയ്യുന്ന ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, ഫിസിക്സും മാത്സും മെക്കാനിക്സും ഒക്കെയാണ് അവൻ്റെ ഏരിയ. ഓക്കെ, അത് വെച്ചുകൊണ്ട് അവൻ ഫോഴ്സസിനെ, ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ ഫോഴ്സസിനെ അവൻ അനലൈസ് ചെയ്യും, മനസ്സിലാക്കും. ഓക്കെ, ഡെഡ് വെയിറ്റ് വരാം, ലൈവ് ലോഡ് വരാം, വിൻഡ് ലോഡ് വരാം, എർത്ത്ക്വേക്ക് ലോഡ് വരാം, സ്നോ ലോഡ് വരാം,
ഈ മൂവിങ് ലോഡ്സ് വരാം. ഇതിനെയെല്ലാം ഇപ്പോൾ ഒരു ബ്രിഡ്ജിനെ ഡിസൈൻ ചെയ്യുമ്പോൾ മൂവിങ് ലോഡ്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ ലോഡുകൾ എന്തൊക്കെ വന്നാലും നമ്മുടെ സ്ട്രക്ചർ സേഫും സ്റ്റേബിളും, അത് ഓവർടേൺ ചെയ്യാതെ, സ്ലൈഡ് ചെയ്ത് പോവാതെ, കൊളാപ്സ് ചെയ്ത് പോവാതെ, സെറ്റിൽ ചെയ്ത് ഇരുന്ന് പോവാതെ ഒക്കെ അവൻ സ്റ്റേബിളായിട്ട്, സ്ട്രോങ് ആയിട്ട്, ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ അവന് കൊടുക്കേണ്ട സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അവിടെ വരുന്ന സ്ലാബുകളും ബീമുകളും കോളമുകളും, ആ കോളത്തിൻ്റെയും ബീമിൻ്റെയൊക്കെ ഉള്ളിൽ കൊടുക്കേണ്ട സ്റ്റീലിൻ്റെ എണ്ണം, സ്റ്റീലിൻ്റെ ഡയമീറ്റർ, സ്റ്റീലിൻ്റെ സ്പേസിങ്, ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്യും? സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യും. അപ്പോൾ അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ നമുക്ക് മാനുവലായിട്ടും കാൽക്കുലേഷൻസും ഡിസൈനിങ് ചെയ്യാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഏരിയ, അതായത് അവൻ്റെ സയൻസ്, അവൻ്റെ മാത്സ്, അവൻ്റെ മെക്കാനിക്സ്, അവൻ്റെ കാൽക്കുലേഷൻ സൈഡൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണമെന്ന് മനസ്സിലാക്കുക. കാരണം ഇതിനകത്ത് കൂടുതലും ഡിസൈൻസ് ആണ്, ഫോഴ്സസ് ആണ്, അല്ലേ? വരാൻ സാധ്യതയുള്ള എല്ലാ വേഴ്സ് കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസിനെയും അനലൈസ് ചെയ്തിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്തി കൊടുക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ. ഇൻഫിനിറ്റ് ആയിട്ട് വലിയ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര ഭീമാകാരമായ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ കാറ്റും മഴയും വെള്ളവും ഒന്നും ചിലപ്പോൾ ബാധിക്കത്തില്ലായിരിക്കും. പക്ഷെ അതല്ല ഇവിടെ നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഒപ്റ്റിമം ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക, മനസ്സിലായോ? അതായത് ഇത്ര ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാലും അവൻ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇത്രയും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ ഡെഫിനറ്റ്ലി അവൻ അതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഇത്രയും വലിയ ആനയെ അല്ല നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ആനയെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അഗെയിൻ അതിനകത്ത് എക്കണോമി എന്നൊരു പ്രശ്നമുണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് ചിലവാക്കാനില്ല. അത് ഓരോ ക്ലയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് റിസോഴ്സസോ കാശോ ഇല്ല. അപ്പോൾ അതിനെയൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് മിനിമം അളവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് മാക്സിമം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റണം. അതിനാണ് ആക്ച്വലി ഡിസൈൻ വേണ്ടത്. അല്ലാതെ എല്ലാം സേഫായിട്ട്, സെക്യൂർ ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, സേഫായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഉദ്ദേശം. അതായത് ഒപ്റ്റിമൈസ് ചെയ്യുക, ഡിസൈനെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഡിസൈൻ എന്ന് പറയുന്നത് റിസോഴ്സസിനെ ഒരുപാട് കാർന്ന് തിന്നുന്ന ഒരു ഡിസൈൻ ആയിരിക്കരുത്. ആ ഡിസൈൻ മിനിമൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ആയിരിക്കണം ഉണ്ടാക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിനകത്ത് സേഫ്റ്റിക്കോ കംഫർട്ടിനോ ഒന്നും യാതൊരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. സോ ദിസ് ഈസ് വാട്ട് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡു. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദർ മസ്റ്റ് നോട്ട് ബി എനി yielding, വലിഞ്ഞു പോകാൻ പാടില്ല, പൊട്ടിപ്പോകാൻ പാടില്ല, കൊളാപ്സ് ചെയ്യാൻ പാടില്ല, ഡിഫോർമേഷൻസ് ഉണ്ടാകാൻ പാടില്ല, സെറ്റിൽ ചെയ്ത് പോകാൻ പാടില്ല. ലീനിങ് ടവർ ഓഫ് പിസ, ഒരു സൈഡിലേക്ക് അവൻ സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ്, അല്ലേ? അപ്പോൾ അത്തരം സെറ്റിൽമെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് ആക്ച്വലി എ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ സ്ലൈഡിങ്ങോ ഓവർ ടേണിങ്ങോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻഷുർ ചെയ്തിട്ട് നല്ല സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്ന ആളെ സ്ട്രക്ചറൽ എഞ്ചിനീയർ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രീം ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ നോക്കുക, ഒരു ബിൽഡിങ്ങിൽ എന്തൊക്കെ നോക്കൂ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഇത് സോഫ്റ്റ്വെയർ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോഫ്റ്റ്വെയറിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ലോഡുകൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആൾക്കാർ നിൽക്കാം, ഫർണിച്ചർ വെക്കാം, അല്ലേ? ഒരുപാട് ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ്, മൂവ് ചെയ്യുന്ന ലോഡ്സ് ഒക്കെ ഈ പറഞ്ഞ ബിൽഡിങ്ങുകളിലൊക്കെ വരാം. അതൊക്കെ വരുമ്പോൾ ആ ഓരോ എലമെൻറ്റിൽ എന്തൊക്കെ സംഭവിക്കാം, അതിനെ എന്താണ് നമ്മൾ വേരിയസ് മോഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഒക്കെ അനലൈസ് ചെയ്യും. നമ്മൾ ഏതൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബീം ആണെങ്കിൽ ആ ബീമിൻ്റെ പുറത്തേക്ക് ലോഡ് വരുമ്പോൾ, അല്ല സ്ലാബ്, ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് താഴെ സ്ലാബിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ സ്ലാബിന് ശക്തി ഇല്ലെങ്കിൽ സ്ലാബ് എന്ത് പറ്റും? നമ്മളൊരു തുണി 4 വശം, നിങ്ങളൊരു സാരി പിടിക്കുക എന്ന് വിചാരിക്കുക. എല്ലാ സൈഡിൽ നിന്ന് സാരിയുടെ വശങ്ങളിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിലത്തെ ഭാഗം കുഴിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ കുഴിഞ്ഞു പോകേണ്ട ആളല്ല സ്ലാബ്, അല്ലേ? അപ്പോൾ ഒരു സാരിയുടെ കനത്തിൽ സാരിയുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അത് താഴ്ന്ന് അത് ഈ പറയുന്ന പോലെ അൺസപ്പോർട്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കാണുന്നില്ലെങ്കിലും അതൊരു ചെറിയ ഡിഫ്ലക്ഷൻ ആക്ച്വലി അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ്. വിത്തിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ് അവർ അല്പം ഡിഫ്ലക്ട് ചെയ്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ചെറിയ ക്രാക്സ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. സ്ട്രക്ചർ മസ്റ്റ് ബി സ്റ്റേബിൾ, അല്ലേ? സ്റ്റേബിൾ ആയിരിക്കണം. കാഴ്ചയിൽ അത് ഒരു അപകടാവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത്. ചെറിയ ഡിഫ്ലക്ഷൻസ്, ചെറിയ ക്രാക്സ് ഒക്കെ അലൗഡ് ആണ്. പക്ഷേ എത്ര വരെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനാണ് ഒപ്റ്റിമൈസ് ഡിസൈനിൻ്റെ ആവശ്യം. അപ്പോൾ ഇത്തരത്തിലൊക്കെ അവിടെ ആ സ്ട്രക്ചേഴ്സിനൊക്കെ ഈ പറയുന്ന സ്ലാബിന് ബെൻഡിങ് ഉണ്ടാവും, ബീമിന് ബെൻഡിങ് ഉണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? കോളത്തിൻ്റെ പുറത്ത് ലോഡ് ചെയ്യുമ്പോൾ കോളം ചിലപ്പോൾ കംപ്രസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഏത് അളവ് വരെ ഉണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ അത് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ആണ് എങ്കിൽ പുറമേ നിന്ന് ഒരാൾക്ക് അത് കണ്ണിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തുമില്ല, അതൊരിക്കലും ഫെയിലിയറിലേക്ക് നയിക്കത്തുമില്ല. അപ്പോൾ അവിടെയാണ് ഒരു സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ കരവിരുതിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും നല്ല ഒപ്റ്റിമൈസ് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നത്. നോക്കിയേ, നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്
ഒരു തുരങ്കമാണ്, ഒരു ടണലാണ് അല്ലേ. ആ ടണലിനകത്ത് ലൈറ്റിങ്സ് ചെയ്തിട്ടുണ്ട്, നോക്കി നല്ല ഭംഗിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ 2 സൈഡിലും ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റുകൾക്കകത്തൂടെ ചിലപ്പം ഈ പറഞ്ഞ ഇലക്ട്രിക് കണക്ഷൻസ് വയറിങ്ങോ അല്ല കേബിളുകളോ പൈപ്പുകളോ ഒക്കെ പോകുന്നുണ്ടായിരിക്കാം. റോഡ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പേവ് ചെയ്തിട്ടുണ്ട്, ടാറിങ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് റോഡിൽ മാർക്കിങ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അല്ലേ. പക്ഷേ ഒരിക്കലും ഇത് ഇങ്ങനെ ആയിരുന്നില്ല. അതിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത് വരുന്ന സ്റ്റേജുകൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ വളരെ ഹെവിലി റീൻഫോഴ്സ്ഡ് ആയിട്ട് വളരെയധികം കമ്പികൾ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ സ്റ്റീലുകൾ എത്ര സ്റ്റീൽ വേണം, ഏത് അളവിൽ, ഏത് ഡയമീറ്ററിൽ, എത്ര സ്പേസിങ്ങിൽ ഇതൊക്കെ കൊടുക്കണം, എത്ര വലുപ്പത്തിൽ കൊടുക്കണം, ഇതെല്ലാം ഏത് ഷേപ്പിൽ കൊടുക്കണം, ഇതെല്ലാം ആര് കണ്ടുപിടിച്ചു? ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ വഴി അല്ലെങ്കിൽ മാനുവൽ കാൽക്കുലേഷൻസ് ഒക്കെ വഴി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് സ്റ്റീലിൻ്റെ ഒരു കൂടം അതിനകത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം അത്തരത്തിലുള്ള ടെമ്പററി സ്ട്രക്ചേഴ്സും ആക്ച്വലി ഡിസൈൻ ആവശ്യമുണ്ട്. ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ഫുള്ളി കംപ്ലീറ്റ് ആവുന്നവരെ ഇതിനെ താങ്ങി നിർത്താനായിട്ട് ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ ടെമ്പററി സ്ട്രക്ചേഴ്സിന് ഉൾപ്പെടെയുള്ള ഡിസൈന് ആര് ചെയ്യും? സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ചെയ്യും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ദുബായ് കാണാം അല്ലേ. ബുർജ് ദുബായിയുടെ ആ ബിൽഡിങ്ങിൽ എന്താണ് ശക്തമായിട്ടുള്ള കാറ്റ് അല്ലെ, മേലോട്ട് പോകുന്നവരും കാറ്റ് വളരെ അതിശക്തമായിട്ട് വീശുന്നുണ്ട്. അപ്പോൾ ആ കാറ്റ് നോക്കൂ, ആ കാറ്റിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ കെട്ടിപ്പടുത്തിരിക്കുന്നത് നോക്കുക. അതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, അവർ ഐ ഷേപ്ഡ് സെക്ഷൻസ് അതിനകത്ത് ആ സ്ട്രക്ചറിൽ, ആ ടവറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഐ ഷേപ്ഡ് സെക്ഷൻ യൂസ് ചെയ്തതിൻ്റെ പിന്നിൽ ആ ഐക്ക് പകരം വേറെ പല ഷേപ്പുകൾ വേണം യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ ആ ഐ ഷേപ്പിന് ഒരു റെലവൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അത് ബെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആ പർട്ടിക്കുലർ ഷേപ്പാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ. അപ്പോൾ ഇത്തരത്തിൽ വിൻഡ്, ഡെഡ് വെയ്റ്റ്, ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ്, എല്ലാ ടൈപ്പ് ലോഡുകളും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരാൻ പോകുന്ന സ്ട്രക്ചറിന് ഏത് ടൈപ്പ് ബെൻഡിങ് ആണോ, കംപ്രഷൻ ആണോ, ടെൻഷൻ ആണോ, എന്താണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ സെക്ഷൻ കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഐ ഷേപ്ഡ് ആവാം, എച്ച് ഷേപ്ഡ് ആവാം, സി ഷേപ്ഡ് ആവാം, എൽ ഷേപ്ഡ് ആവാം. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് തന്നെ കോമ്പോസിറ്റ് ഷേപ്സ് പലതും സൃഷ്ടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷേപ്പ് ഏതാണെന്നൊക്കെ കണ്ടെത്തുന്നതും ഈ പരിപാടി എല്ലാം ചെയ്യുന്നതും ആരാണ്? ഒരു സിവിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻ അഡോപ്റ്റിംഗ് ദ അഡിക്വേറ്റ് സെക്ഷൻ, റൈറ്റ് മെറ്റീരിയൽസ്, ഡക്റ്റൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ ഡീറ്റെയിലിംഗ്, അതിൻ്റെ സ്പേസിങ്, അതിൻ്റെ വലിപ്പം, ഓക്കെ. ഓറിയൻറ്റേഷനും പലതാവാം. മനസ്സിലായോ? ഇപ്പം ഒരേ ബീമിനെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം, ബീമിനെ ഇങ്ങനെ വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ബീമിനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കടത്തി നിർത്താം. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിലുള്ള ബീമുകളെല്ലാം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ഡെപ്ത് ആയിരിക്കും കൂടുതൽ, വിഡ്ത്ത് കുറവായിരിക്കും അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ബെൻഡിങ്ങിനെയാണ് ബീം റെസിസ്റ്റ് ചെയ്യേണ്ടത്. ബീം ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്ത് പോകാൻ പാടില്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് ആയിരിക്കണം കൂടുതൽ, ഓക്കെ, ബെഡ്ത്തിനെക്കാട്ടിൽ. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇവിടെ എന്നെ കാണുന്നുണ്ട് അല്ലേ. ഇനി എൻ്റെ ഉള്ളിൽ എന്താണ്? എൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഒരു അസ്ഥികൂടം ഉണ്ട്. ഓക്കെ, ആ അസ്ഥികൂടമാണ്, ആ ഫ്രെയിം വർക്കാണ് ആക്ച്വലി എന്താണ് ഇതിനകത്ത് ഉള്ളിലെ റീഇൻഫോഴ്സ്മെൻറ്റ്. എൻ്റെ ബോഡിയിൽ ലോഡിങ് വന്നു കഴിഞ്ഞാൽ ആ ലോഡിങ്ങിനെ എടുക്കാനായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന അസ്ഥികൂടമാണ്. ഓക്കെ, റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ ബുർജ് ദുബായിയുടെ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് മനസ്സിലായി. അത് ഏതൊക്കെ ഷേപ്പുകൾ അതിനകത്ത് വരുന്നുണ്ടെന്നും അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടെന്നും ഈ ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഒക്കെയും ചെയ്യുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ബുർജ് ദുബായ് കാണുമ്പോൾ, താജ്മഹൽ കാണുമ്പോൾ ഒക്കെ നമ്മൾ മണ്ണിൻ്റെ മേളിലുള്ള സൗന്ദര്യമാണ് പലപ്പോഴും ആസ്വദിക്കുന്നത്. പക്ഷെ മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ വലിയ ഈ മേളിൽ കാണുന്ന മെഗാ പ്രോജക്റ്റിനെക്കാട്ടിലും ഒരു പക്ഷേ കാശ് ചിലവുള്ള അല്ലെങ്കിൽ അത്ര തന്നെ വലിപ്പമുള്ള സ്ട്രക്ചേഴ്സ് ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ഒരു റിയാലിറ്റി പലരും മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും? ഫൗണ്ടേഷൻ ഉണ്ടാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഈ പറയുന്ന മെഗാ പ്രോജക്ട്സിനൊക്കെ ആവശ്യമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഷാലോ ഡെപ്തിൽ നല്ല ഫൗണ്ടേഷൻ കൊടുത്ത് കൺസ്ട്രക്ട് ചെയ്ത് പോകാൻ പറ്റില്ല ചിലപ്പോൾ. കാരണം ഷാലോ ഡെപ്തിൽ കൊടുക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ ലോഡിങ് മേളിലുണ്ടാവാം. അതല്ലെങ്കിൽ ഷാലോ ഡെപ്ത് ചിലപ്പോൾ നല്ല സോയിൽ ആയിരിക്കത്തില്ല. അപ്പോൾ ആദ്യം സോയിലിൻ്റെ ഒരു സ്റ്റഡി നടത്തണം, സോയിൽ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഈ ബോർഹോൾസ് കുഴിച്ച് അതിനകത്തോട്ട് പോയിട്ട് സോയിലിൻ്റെ സാമ്പിളുകൾ പല ഡെപ്തിൽ എടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ എന്താണെന്ന് മനസ്സിലാക്കി സോയിലിൻ്റെ ബോർലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ പോയിന്റിലുള്ള സോയിൽ ഏതാണ്, സാൻഡാണോ, ക്ലേ ആണോ, സാൻഡി ക്ലേ ആണോ, ഗ്രാവൽ ആണോ, ഏത് ടൈപ്പ് സോയിലാണ്, അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഫൗണ്ടേഷൻ കൊടുക്കാൻ. ഫൗണ്ടേഷൻ അപ്പോൾ എത്ര ഡെപ്ത് വേണം? 1 മീറ്ററിൻ്റെ ഫൗണ്ടേഷൻ മതിയോ, 2 മീറ്റർ വേണോ, 3 മീറ്റർ വേണോ, 4 മീറ്റർ വേണോ? അതോ ഇങ്ങനെയൊന്നും ചെറിയ ഫൗണ്ടേഷനായിട്ട് കൊടുക്കാതെ വലിയ തൂണുകൾ പോലെ, മണ്ണിന് അടിയിൽ വലിയ തൂണുകൾ പോലെ പൈൽ ഫൗണ്ടേഷൻ
ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണോ, അങ്ങ് താഴെ പാറ ഉണ്ടെങ്കിൽ ആ പാറയിലേക്ക് ലോഡ് വേണമെങ്കിൽ ഇറക്കി വെക്കാം. അപ്പം നമുക്ക് വലിയ ലോഡിങ്ങും പോസിബിൾ ആവും. അപ്പോൾ ഇത്തരത്തിൽ ഷാലോ ഫൗണ്ടേഷൻ വേണോ, ഡീപ്പ് ഫൗണ്ടേഷൻ വേണോ, ആ ഫൗണ്ടേഷൻ്റെ ഷേപ്പ് എന്ത് വേണം, അതിൻ്റെ സൈസ് എന്ത് വേണം, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ എങ്ങനെ അത് ഡിസൈഡ് ചെയ്യുന്നു? സോയിലിനെ പഠിച്ചിട്ട്, സോയിലിനെ എക്സ്പ്ലോർ ചെയ്തിട്ട്, ബോർഹോൾ കുഴിച്ചിട്ട്, അതിനകത്ത് മണ്ണിൻ്റെ പ്രൊഫൈൽസ് കണ്ടെത്തിയിട്ട്, മണ്ണിൻ്റെ സ്ട്രെങ്തുകൾ കണ്ടെത്തിയിട്ട് ഒക്കെയാണ് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ചില കൺസ്ട്രക്ഷൻസ്, ഹൈവേ കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ, റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മല മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണാം, ഒരു മല കട്ട് ചെയ്തിരിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കൊങ്കൺ പാതകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലോപ്സ് ഉണ്ടായിരുന്നു അല്ലേ. ആ സ്ലോപ്പുകളെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ കൺട്രോളിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്, ആ സ്ലോപ്പുകളെ അങ്ങനെ നിർത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ ചെയ്യണം. ആ മണ്ണായിക്കോട്ടെ പാറയായിക്കോട്ടെ, അവിടെ നമ്മൾ ചിലപ്പോൾ സോയിലാണെങ്കിൽ സോയിൽ നെയിലിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് അവനെ പിടിച്ചു നിർത്തുന്നത് പോലെ, ആ സ്ലോപ്പിനെ സ്റ്റേബിളായിട്ട് അങ്ങനെ നിർത്തുന്നത് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിനെ റീറ്റെയിൻ ചെയ്യുന്നത് പോലെ റീറ്റെയിനിങ് വാൾസ്, മതിലുകൾ ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരാം. അവിടെ നമ്മൾ സ്റ്റീലും കോൺക്രീറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ ഡിസൈൻ അല്ല, സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി, മണ്ണ് ഇളകി പോവാതെ, പാറ ഇളകി വീഴാതെ അതിൻ്റെ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നതും ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് വരുന്ന ഏരിയ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതും ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജിയോളജി പഠിക്കും, മണ്ണിനെ പഠിക്കും, മണ്ണിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഏരിയയാണ്. ഫിസിക്സും മെക്കാനിക്സും മാത്സും ഒക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ താജ്മഹലിൻ്റെ മുകൾ ഭാഗമായിരിക്കും കണ്ടിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന വെൽ ഫൗണ്ടേഷൻ, ഡ്രാഫ്റ്റ് ഫൗണ്ടേഷൻ, ഇതൊക്കെ പലരും കാണാതെ പോകുന്നു. ഓക്കെ, കാരണം അത് യമുന നദിക്കരയിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ നദിയുടെ സൗന്ദര്യം കൂടെ, ആ വശ്യമനോഹരമായിട്ടുള്ള യമുന നദിയുടെ സൗന്ദര്യം അതിൻ്റെ മേളിൽ ഈ താജ്മഹൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അധികമായിട്ടുള്ള ഭൂമിയിലെങ്ങും വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേക ഒരു യുണീക്ക് ഒരു ബ്യൂട്ടി അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അവർ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യമുനയുടെ ബാങ്കിലായതുകൊണ്ട് തന്നെ ഒരു റിവറിൻ്റെ ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ചെളിയുണ്ട്, അലൂവിയൽ സോയിലാണ്, അവിടെ ചെളി അല്ലേ, ഈ പറയുന്ന രീതിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ലോഡിങ് എടുക്കാൻ പറ്റുന്ന സോയിൽ ആവണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ ക്രിട്ടിക്കലായിട്ട് യമുന നദി വന്ന് തിരിയുന്ന പോയിന്റിൽ അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വരാനുള്ള എല്ലാ ചലഞ്ചസും മനസ്സിലാക്കി തന്നെയാണ് അവരൊരു വലിയ ഫൗണ്ടേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വെൽ ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുത്ത് അതിനകത്ത് മണലൊക്കെ നിറച്ച് വളരെ സ്ട്രോങ് ആയിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും വീണ്ടും പല ലെയർ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് ഒക്കെ കൊടുത്താണ് അതിൻ്റെ മേളിൽ താജ്മഹൽ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലം പിസ ഗോപുരം ചെരിഞ്ഞതുപോലെ ചെരിയാതിരിക്കുന്നത്. അപ്പം ഈ സ്ട്രക്ചറിൻ്റെ ബ്യൂട്ടിയെക്കാട്ടിലും ഉപരിയായിട്ട് ഈ സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒക്കെ സ്ട്രെങ്ത് ആൻഡ് സ്ട്രക്ചറൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് വളരെ 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 ഡെപ്തിൽ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. മേളിൽ കാണുന്ന സൗന്ദര്യത്തെക്കാട്ടിലും എത്രയോ കൂടുതലായിട്ട് ബുദ്ധി അല്ല ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്ത്, സയൻസ് അപ്ലൈ ചെയ്തിട്ട് ആണ് ആ താഴത്തെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കുക അതല്ലേ. ട്രാൻസ്പോർട്ടർ മൂവീസ് ഒക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മറ്റൊരു ഡിസിപ്ലിനാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകാനായിട്ട് നമുക്ക് പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലേ. പക്ഷേ ആ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയും പണിത് കൊടുക്കുക, ആ ഇൻഫ്രാസ്ട്രക്ചർ പണിത് എടുത്ത് എന്താണ് സേഫായിട്ടും അല്ലെങ്കിൽ മിനിമം സമയത്തും മിനിമം ഫ്രിക്ഷനിലും ഒക്കെ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിൽ എത്തണമെങ്കിൽ അതൊരു സിവിൽ എഞ്ചിനീയർ വിചാരിക്കണം. അത് എങ്ങനെയൊക്കെ ചെയ്യാം? റോഡാണ് ചെയ്യുന്നതെങ്കിൽ ആ റോഡ്സ് പല ടൈപ്പ് റോഡുകളുണ്ട്. റിജിഡ് റോഡ്സ് ഉണ്ട്, കോൺക്രീറ്റ്, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ റോഡ്സ് ഉണ്ട്, ഈ പറയുന്ന നമ്മൾ ടാർ റോഡെന്ന് നമ്മൾ പറയുന്ന റോഡുകൾ. അതുപോലെ തന്നെ ചിലപ്പോൾ റെയിൽസ് ഉണ്ടാവും അല്ലേ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രെയിൻ മാർഗം, റെയിൽ മാർഗം നമുക്ക് പോകാൻ പറ്റും. അതുപോലെ എയർപോർട്ട്സ്. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലും റൺവേ ഉണ്ട്, ടാക്സി വേ ഉണ്ട്. ഒരു വലിയ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെവി ലോഡ് ആ തറയിലേക്ക് പതിക്കുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു പോകാൻ പാടില്ല, ശരിയല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ സാധാ ഒരു ഹൈവേ ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ല എയർപോർട്ടിലെ റൺവേ ഡിസൈൻ ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആണ്, അവിടെ കൊടുക്കുന്ന കനം, അവിടെ കൊടുക്കുന്ന തിക്നെസ്സുകൾ ഡിഫറെൻ്റ് ആണ്. റോഡിൽ തന്നെയാണെങ്കിലും പല ടൈപ്പ് റോഡുകളുണ്ട്. എക്സ്പ്രസ് വേകളുണ്ട്, ഓക്കെ, നാഷണൽ ഹൈവേസ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, ചെറിയ ഡിസ്ട്രിക്ട് റോഡുകൾ, അതർ ഡിസ്ട്രിക്ട് റോഡുകളും മേജർ ഡിസ്ട്രിക്ട് റോഡുകളും ഒക്കെ ഉണ്ട്. അപ്പം പല ലെവലിലാണ് ഇതിനകത്തൊക്കെ ട്രാഫിക് ഒഴുകുന്നത്. ചെറിയ വഴികളിൽ ചെറിയ വണ്ടികൾ ഒഴുകുമ്പോൾ വലിയ റോഡുകളിൽ വലിയ വണ്ടികൾ ഒഴുകുന്നു. ഓക്കെ, ഒരു പാലമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു നാഷണൽ ഹൈവേയിൽ ഇരിക്കുന്ന പാലമാണെങ്കിൽ ആ പാലത്തിൽ കൂടെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് പറയാനൊക്കത്തില്ല, ഒരുപക്ഷെ ഒരു വാർഫെയറിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വലിയ ടാങ്കറുകൾ വന്നെന്ന് വരാം. അപ്പോൾ ഒരു പാലം, നാഷണൽ ഹൈവേയിൽ ഒരു പാലം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നാളെ ആ
പാലത്തിൽ മുഴുവൻ ടാങ്കറുകൾ നിരത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കൂടിയും അതിനെ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ ലോഡിങ്ങിനെ കൺസിഡർ ചെയ്തിട്ടാണ് പാലത്തിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും ഇൻ്റർസെക്ഷൻ ജംഗ്ഷനുകളുടെയും റോഡുകളുടെയും റെയിലുകളുടെയും ഒക്കെ വലിയ ശൃംഖലേനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അവിടെയൊക്കെ അതിപ്പോൾ മെട്രോ ആയിക്കോട്ടെ, പല ടൈപ്പ് റെയിലുകളുണ്ട് അല്ലേ, ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ടൈപ്പ് ട്രെയിനുകൾക്ക് ഓരോ ടൈപ്പ് റെയിൽസ് ആണ് ആവശ്യം. അപ്പോൾ ഇപ്പോൾ മൗണ്ടൻ ഏരിയാസിലൊക്കെ, ഇപ്പോൾ ഡാർജിലിങ്ങിലൊക്കെ ഉള്ള ഒരു അവിടുത്തെ റെയിൽ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ ഗേജ്, ആ പാളങ്ങൾക്കിടയ്ക്കുള്ള വീതിയൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പം ഓരോ ടൈപ്പ് റെയിലുകൾ, ഓരോ ടൈപ്പ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉതകുന്ന രീതിയിൽ റോഡ് നെറ്റ്വർക്കും റെയിൽ നെറ്റ്വർക്കും ഒക്കെ ഒരുക്കുക. റോഡിൽ അപകടാവസ്ഥ ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് സ്റ്റഡീസ് നടത്തുക. എന്നിട്ട് വളവ് നിവർത്തണമെങ്കിൽ ജോമെട്രിക്കൽ ഡിസൈൻ വഴി ജോമെട്രിക്കൽ ഡിസൈൻ ചെയ്തിട്ട് അവിടെ എന്താണ് ബെറ്റർ റോഡ്സ് ഉണ്ടാക്കുക, വളവുകൾ നിവർത്തിയെടുക്കുക, സ്ട്രെയിറ്റൻ ചെയ്യുക. അതുപോലെ ഒരു വളവുണ്ടായെങ്കിൽ ആ വളവിൽ നമുക്കറിയാം, വളവിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് വളവിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ എൻ്റെ വണ്ടി ഇങ്ങോട്ട് മറിയാനായിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ റോഡ് ഒരു അല്പം പൊക്കണം, ഈ സൈഡ് ഒരു അല്പം പൊക്കണം. അപ്പോൾ എൻ്റെ വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ മോഹൻലാൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും റോഡ്, മനസ്സിലായി, ഒരു ചെറിയൊരു ചെരിവുണ്ടാവും. ഇതെല്ലാം ഈ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ റോഡ് ഹൈവേയുടെ ഡിസൈൻ ചെയ്യുന്ന, ഹൈവേയുടെ പ്ലാനിങ് ചെയ്യുന്നതൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. ഓക്കെ, അതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ബേസിക്കലി ചെയ്യുന്നത്? പ്ലാനിങ്, ഡിസൈൻ, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്. ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ എന്തായിരിക്കും ചെയ്യുക? ഹി പ്ലാൻസ്, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഹൈവേസ്, റെയിൽവേസ്, എയർപോർട്ട്സ്, ഈ പറയുന്ന പോലെ ബ്രിഡ്ജസ്. ഇതെല്ലാം ഈ റോഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതെല്ലാം പ്ലാൻ, ഡിസൈൻ, എക്സിക്യൂഷൻ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. അപ്പോൾ ഇതാണ് ഈ ഫീൽഡിൻ്റെ, അതാണ് ഞാൻ PDCM എന്ന് എഴുതിയിരിക്കുന്നത്, പ്ലാൻ, ഡിസൈൻ, കൺസ്ട്രക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഓഫ് ഹൈവേസ്, റെയിൽവേസ്, റൺവേസ്. ഓക്കെ, റൺവേ എയർപോർട്ടിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ട്രാഫിക് സേഫ്റ്റി, റോഡ് സേഫ്റ്റി, ട്രാഫിക് സിഗ്നൽ ഡിസൈൻ, പേയ്മെൻറ്റ് മെറ്റീരിയൽ, ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം, അതിൻ്റെ ടെസ്റ്റിംഗ്, അതിൻ്റെ മിക്സ് ഡിസൈൻ ഒക്കെ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പോൾ റോഡ് തന്നെ ഞാൻ പറഞ്ഞു, റോഡ് ഡിസൈൻ, റോഡിലെ എത്ര കനത്തിൽ നിങ്ങൾ റോഡിലെ മെറ്റീരിയൽസ് കൊടുക്കണം എന്നുള്ളത് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആ റോഡിൽ എത്ര ട്രാഫിക് ഒഴുകും എന്ന് മനസ്സിലാക്കിയാണ്. അപ്പോൾ ട്രാഫിക് എത്ര ഒഴുകുമെന്ന് അറിയണമെങ്കിൽ ട്രാഫിക്കിൻ്റെ സർവേ നടത്തണം. ഏതൊക്കെ ടൈപ്പ് വണ്ടികളാണ് ഒഴുകുന്നത്, ഒരു 10 വർഷം അല്ല ഒരു 15 വർഷത്തിന് ശേഷം അവിടെ ഒഴുകാൻ സാധ്യതയുള്ള വണ്ടികളുടെ കൗണ്ട് എത്രയായിരിക്കാം. അതുപോലെ ആക്സിൽ ലോഡ് സർവേ, എത്ര ഭാരമുള്ള വണ്ടികളായിരിക്കും അവിടെ ഓടുന്നത്. ഇതെല്ലാം സർവേസ് മുഖാന്തരം നമ്മൾ മനസ്സിലാക്കിയെടുക്കും, ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ മനസ്സിലാക്കിയെടുക്കും, ഡിസൈൻ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ്സ്, ഒരു നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മനസ്സിലാക്കിയാൽ ആ നാട് എത്ര ഡെവലപ്ഡ് ആയി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻഡിക്കേറ്ററാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനകത്ത് വരുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചണ്ഡീഗഡ് എന്ന് പറയുന്ന സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് പ്ലാൻഡ് ആയിട്ടൊരു സിറ്റി ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പേ തന്നെ പ്ലാൻഡ് സിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്? മോഹൻജദാരോ എന്നൊക്കെ പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റിയാണ്. ഹരപ്പ, മോഹൻജദാരോ സിവിലൈസേഷനൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് ബിൽഡിങ്ങുകൾ, സിറ്റാഡൽ അല്ലേ, ഒരു ഉയർന്ന പ്രദേശമുണ്ട് അല്ലേ, അവിടെ ആരാധനാലയങ്ങളുണ്ട്, താഴെയുള്ള പ്രദേശങ്ങളുണ്ട്, സാധാ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇവയ്ക്കൊക്കെ ഡ്രെയിനേജ് ഉണ്ട്. ഇതെല്ലാം പക്ക പ്രോപ്പർലി ചെയ്ത കാലഘട്ടം ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ഡിസൈനിലും ഇന്നത്തെ എക്സിക്യൂഷനിലും ഒക്കെ ഈ പറയുന്ന പ്ലാനിങ് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഇത്ര വലിയ പോപ്പുലേഷനിൽ ഒരുപാട് മൈഗ്രേഷൻസും ഒരുപാട് അല്ലേ ലാൻഡ് അക്വിസിഷനും ഒക്കെ ഇൻവോൾവ് ആണ് ഇപ്പോഴത്തെ ഓരോ പ്രോജക്റ്റുകളും. ഒരു പുതിയ റോഡ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരെ ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സ്ഥലം അക്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്ലാനിങ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ റോഡ് നെറ്റ്വർക്ക്സ് ഒക്കെ കൃത്യമായി പ്ലാൻഡ് ആണ് എങ്കിൽ ഭാവിയിൽ ഒരുപാട് കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവഴിക്കുന്നതും ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനകത്തൊരു വലിയ പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്ന സിറ്റി ലേ കോബേസിയർ എന്ന് പറയുന്ന ഒരു വലിയ ആർക്കിടെക്റ്റാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ്, പ്ലാനറാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പ്ലാനിങ്ങും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് നാളത്തെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാവേണ്ട ഒരു വലിയ ഏരിയ തന്നെയാണ്. ഓക്കെ,
സോ പഴയ ആൾക്കാരൊക്കെ പറയും റോമൻ റോഡുകൾ, കല്ല് പതിച്ച റോഡുകൾ ഇന്നും ഉണ്ട്. കല്ല് പതിച്ച റോഡുകൾ ഇന്നും നിൽക്കും. കാര്യം അത് വലിയ ഹെവി ഡിസൈനാണ്. അത്രയും വലിയ ഡിസൈനിൻ്റെ ആവശ്യം ആക്ച്വലി ഇന്നില്ല, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോഴും നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ചോദ്യം കാണും, നമ്മുടെ റോഡുകൾ എന്തുകൊണ്ട് ഫെയിൽ ആവുന്നു, എന്തുകൊണ്ട് റോഡുകൾ പെട്ടെന്ന് ഡാമേജ് ആവുന്നു? അതിനും കൃത്യമായ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വലിയ സബ്ജക്ട്സ് നിങ്ങളുടെ കരിക്കുലത്തിൽ നിങ്ങൾ പഠിക്കും. ആ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് റോഡ് നെറ്റ്വർക്സിനകത്ത് വരുന്ന ഫ്ലൈ ഓവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലൈ ഓവേഴ്സ് പല ലെവലിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കേണ്ട, സിഗ്നൽസ് നോക്കണ്ട, വളരെ ഫ്രീ ആയിട്ടുള്ള ട്രാഫിക് നമുക്ക് അലോ ചെയ്ത് വിടാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അതുപോലെ നോക്കൂ, ചാനൽ ടണലാണ്. ബ്രിട്ടനും ഫ്രാൻസിനും ഇടയ്ക്ക് കടലിനടിയിലൂടെയാണ് ഈ ചാനൽ ടണൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് വലിയ ചരക്ക് ഗതാഗതം പോസിബിൾ ആക്കിയത് ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ മനുഷ്യൻ്റെ സൊസൈറ്റിയിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നമുക്കുണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസും വലിയ ഇമ്പാക്ട്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അതുകൊണ്ട് തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡാണ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ, വെള്ളം എന്താണ്? അമൂല്യമായ റിസോഴ്സാണ്. നാളെ ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത് വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു, അല്ലേ? കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്ക്, തമിഴ്നാടിനും കർണാടകയ്ക്കും ഇടയ്ക്ക്, കർണാടകയും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്ക് ഒക്കെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശണ്ട, ഏറ്റവും വലിയ യുദ്ധം, ഏറ്റവും വലിയ വഴക്ക് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ പേരിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ ഈ വെള്ളത്തിൻ്റെതായിട്ടുള്ള കുടിപ്പക വലിയ വലിയ ഇഷ്യൂസ് ഉണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? അതിനെക്കാട്ടിലും വലിയ ഭീകര അന്തരീക്ഷമുള്ള ഒരുപാട് അതിർത്തികളുണ്ട്, ഒരുപാട് റിവേഴ്സ്. ഇപ്പം ഈ പറയുന്ന ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ ചൈനയിൽ സാങ്പോയാണ്. ആ റിവർ അവിടെ നിന്ന് ഒഴുകി ഇന്ത്യയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള പ്രദേശങ്ങളിൽ പുതിയ ഡാമുകൾ ചൈന കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന ഒരു ഭീമാകാരനായ ഡാമിനെ തന്നെയാണ് ചൈന അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഡൗൺ സ്ട്രീമിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു വലിയ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള കലഹങ്ങളിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു വലിയ സംഭവമാണ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലത്തിനെ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഉണ്ടായതിന് കൃത്യമായ കാരണമുണ്ട്. കേരളത്തിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് സദാ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഏകദേശം അതേ സമയങ്ങളിൽ തന്നെ തമിഴ്നാട്ടിൽ വൈഗ ബേസിനിൽ ആ പറയുന്ന ഏരിയകളിലൊക്കെ എന്താണ് വളരെ വലിയ വരൾച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം കണ്ടിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത്. എന്താണ്? ഇവിടെ ഒരു ഡാം കെട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഒഴുകുന്ന അധികമായിട്ട് കിട്ടുന്ന വെള്ളം ജലത്തെ തമിഴ്നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വലിയ സൊല്യൂഷൻ അപ്ലൈ ചെയ്തതാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന വലിയൊരു കൺസ്ട്രക്ഷനിലേക്കും ഇന്ന് കേരളത്തിനെ വളരെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന ഒരു റിയാലിറ്റിയിലേക്കും എത്തിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ ആ വാട്ടർ റിസോഴ്സസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡേറ്റ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഭൂമിയിലുള്ള മുഴുവൻ ജലത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് മനുഷ്യന് അവൈലബിൾ ആയിട്ടുള്ളൂ. 97.5% വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് സമുദ്രത്തിലാണ്. ഓക്കെ, അത് 97.4% അത് സീസിലും ഓഷ്യൻസിലുമാണ്. അത് നമുക്ക് കിട്ടാനില്ല. അത് എന്താണ്? സലൈൻ വാട്ടറാണ്, നമുക്ക് കുടിവെള്ളത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതിലെ 2% എന്ന് പറയുന്നത് ഐസ് ക്യാപ്പിലും ഗ്ലേസിയേഴ്സിലും ഒക്കെയാണ്. ഓക്കെ, പിന്നെയുള്ള ബാക്കിയുള്ള 1% താഴെയാണ് നമുക്ക് റിവേഴ്സിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു ശതമാനം വെള്ളം മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ വെള്ളത്തിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറുടെ ജോലി എന്ന് പറയുന്നത്. ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഇതിനകത്ത് വളരെ കീനായിട്ട് ഒരുപാട് എഫേർട്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ഇത്ര മീറ്റർ ക്യൂബിൻ്റെ എത്ര വലിയ ഭീകരമായിട്ടുള്ള വോളിയൂംസ് ഓഫ് വാട്ടറിനെ വീതം വെക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ആ വെള്ളത്തിനെ എന്ത് ചെയ്യണം, അത് ആക്ച്വലി എന്താണ്? ഒരു എഞ്ചിനീയറാണ് ഒരു ഡിസൈഡ് ചെയ്യുന്നത്, അല്ലേ? ഈ പറയുന്ന വെള്ളം അത് എങ്ങോട്ട് ഒഴുക്കി വിടണം, ഇങ്ങോട്ട് ഒഴുക്കി വിടണോ, അങ്ങോട്ട് ഒഴുക്കി വിടണോ, എത്ര വെള്ളത്തിന് ഇവിടെ തടഞ്ഞു നിർത്തണം, ഒഴുക്കി വിടുമ്പോൾ അവിടെ ഒരു റൂട്ട് തുറന്നു വിടുമ്പോൾ അവിടെ കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യണം. ആ കനാലുകൾ എങ്ങനെ പോകണം, ആ കനാലുകൾക്ക് എത്ര വലിപ്പം വേണം, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്താൽ തന്നെ ഡാമിൻ്റെ വലിപ്പം, അല്ലേ? ആ ഡാമിൻ്റെ ആ പറയുന്ന മെയിൻ കോർ ഓഫ് ദി ഡാം, ആ മെയിൻ സ്ട്രക്ചർ അതിന് എത്ര വലിപ്പം വേണം, അതിൻ്റെ ബോട്ടം വിഡ്ത്ത് എത്രയായിരിക്കണം, ടോപ്പിലെ വിഡ്ത്ത് എത്രയായിരിക്കണം, ഹൈറ്റ് എത്രയായിരിക്കണം, കുറേ അധികം കാര്യങ്ങൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വെള്ളം കൊടുക്കുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ വെള്ളം വന്ന് തള്ളുമ്പോൾ ഈ സ്ട്രക്ചർ കൊളാപ്സ് ആവാൻ പാടില്ല, ഓവർ ടേൺ ആവാൻ പാടില്ല, സ്ലൈഡ് ചെയ്ത് ഫെയിൽ ആവാൻ പാടില്ല. അപ്പോൾ ഇത്തരം ഫെയിലിയേഴ്സിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ, ഡിസൈനിലൂടെ, എക്സിക്യൂഷനിലൂടെ ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെ നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കൂടാതെ
മഴ ലഭിക്കുന്നു അല്ലേ? മഴയിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ വാട്ടർ സൈക്കിളിൻ്റെ കണ്ടിന്യൂറ്റി നടക്കുന്നത്. അപ്പോൾ ഈ മഴ വരുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ മഴ വന്നേക്കാം. ഓക്കെ, അത് ക്ലൈമറ്റിൻ്റെ ഫോർകാസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇത്ര സെൻറ്റിമീറ്റർ മഴ ഒരു അപ്പ് സ്ട്രീമിൽ ഒരു പോയിന്റിൽ മഴ ഇത്ര സെൻറ്റിമീറ്ററിന് മഴ ലഭിച്ചു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമിലേക്ക് എത്ര ഒഴുകി എത്താം, ഡൗൺ സ്ട്രീമിൽ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയർന്നു പോകാം, ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസും ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് മുൻ വർഷങ്ങളിലെ മഴകളെ പഠിക്കാം, ഇനി വരാൻ പോകുന്ന മഴ എന്താണെന്ന് ഫോർകാസ്റ്റ് ചെയ്യുക, ആ പർട്ടിക്കുലർ മഴ കാരണം ഡൗൺ സ്ട്രീമിൽ വരാൻ പോകുന്ന ഇമ്പാക്റ്റുകളെ മനസ്സിലാക്കുക, താഴെ ഡൗൺ സ്ട്രീമിലുള്ള ജനങ്ങളെ ഇത് കൃത്യമായി അലേർട്ട് ചെയ്യാം. ഇതെല്ലാം എഗെയിൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്ന ഡ്യൂട്ടീസാണ്. അപ്പം നോക്കുക എത്ര ക്രൂഷ്യലാണെന്ന് നോക്കുക. ഒരുപക്ഷെ നാളെ ഒരു വലിയ ഒരു ഫ്ലഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ അല്ലേ, ഒരു ഹെവി റെയിൻഫാൾ കാരണം ഫ്ലഡിങ് കാരണം ഒക്കെ ഉണ്ടാവാനിടയുള്ള ഒരുപാട് അപകടങ്ങളെ ഒരുപക്ഷെ നമ്മുടെ നാട് നേരിടേണ്ടത് ഈ പറയുന്ന ക്രൂഷ്യൽ റോള് ചെയ്യുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയേഴ്സ് തരുന്ന ഇൻപുട്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പർട്ടിക്കുലർ സ്ട്രീമിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരുപാട് വളരെ രസകരമായിട്ടുള്ള, കണ്ടാൽ വളരെ ഇതൊക്കെ നമ്മുടെ നാട്ടിലാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ്, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. എവിടെയൊക്കെ ഇനി മുന്നോട്ട് നിങ്ങൾ എവിടെയൊക്കെ ഇത്തരം സ്ട്രക്ചേഴ്സ് കണ്ടു കഴിഞ്ഞാലും അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഡിസൈനെ പറ്റി, അതിൻ്റെ ഫംഗ്ഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക. കാരണം ഒരു പർട്ടിക്കുലർ ഡാം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വരുമ്പോൾ അതൊരു വലിയ ഇമ്പാക്റ്റാണ് നാട്ടിലുണ്ടാക്കുന്നത്. ഓക്കെ, ആ ഡൗൺ സ്ട്രീമിനെ അനാദി കാലത്തേക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് അവിടെ കൊടുക്കുകയാണ്. വെള്ളം അവിടെ കെട്ടി നിൽക്കുന്ന അപ്സ്ട്രീം സൈഡിൽ അല്ലേ, അവിടെ ഒരുപക്ഷെ അവിടെ ഒരു വലിയ ജലാശയമാണ് ഉണ്ടായി വരുന്നത്. അവിടെ ഒരു വലിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇതനുസരിച്ചുള്ള ഡിഫറൻസ് ഉണ്ടാകും. വെള്ളം ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ട് ഇനി ആ വെള്ളം നിറഞ്ഞതിന് ശേഷം ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയതിന് ശേഷമായിരിക്കും ഈ ഡാം തുറന്നു വിടുക എന്ന് പറയുന്നത് അല്ലേ. അപ്പം വലിയ ഇമ്പാക്ട്സ്, എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് വീണ്ടും അടുത്ത സ്ട്രീമിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നത്. അവൻ ഈ പറയുന്ന വെള്ളം, ഈ സ്റ്റോർ ചെയ്യുന്ന വെള്ളം അത് ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ എത്ര അളവിലാണ് ഡൈവേർട്ട് ചെയ്ത്, അത് ചിലപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡുകളിലേക്കായിരിക്കും. അപ്പോൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ കൊടുക്കുന്ന വെള്ളം, ഈ തുറന്നു വിടുന്ന വെള്ളം, അതിൻ്റെ അളവ് അതൊക്കെ വളരെ പ്രിസൈസ് ആയിരിക്കണം അല്ലേ. ഒരു ഫീൽഡിലേക്ക് കൊടുത്തു വിടുമ്പോൾ അത് കൂടി പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പം അത്തരത്തിലുള്ള ഇറിഗേഷൻ, അഗ്രികൾച്ചർ, അതുപോലെ ചിലപ്പം ഇതേ വെള്ളം തന്നെ ഫിഷറീസ് അതായത് മത്സ്യകൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവാം, ഡ്രൗട്ട് മിറ്റിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെ, ഇതേ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം. അതുപോലെ ഡ്രെയിനേജ്, ഇതെല്ലാം ഡ്രെയിനേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അർബൻ ആൻഡ് സബർബൻ ഡ്രെയിനേജ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്ന മഴ, ആ വെള്ളം ഡ്രെയിൻസ് വഴിയാണ് അല്ലെ, ഓടകളൊക്കെ വഴിയാണ് ഇത് ഓടകൾ വഴി കൽവേർട്ട്സ് വഴി അല്ലെ നദികളിലൂടെ അത് ഒഴുകിയെത്തുന്നു. അപ്പം ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റവും പ്രോപ്പർ അല്ല എങ്കിൽ എന്താണ്, ലോക്കലൈസ്ഡ് ആയിട്ട് പല നാടുകളിലും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഒരു സ്ഥിരം കാഴ്ചയാവുകയും ട്രാൻസ്പോർട്ടേഷനെയും ജനങ്ങളുടെ സാധാ ജീവിതത്തിനെയും ഒക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഡ്രെയിനേജ് പ്രോപ്പർ ആയിരിക്കണം. ഒഴുകി വരുന്ന ലഭിക്കുന്ന മഴ അത്രയും കൃത്യമായിട്ട് അതിനൊരു റൂട്ട് നമ്മൾ കൊടുത്തിരിക്കണം അല്ലേ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നമ്മൾ ഇഷ്ടപ്പെടാത്തിടത്ത് ഈ വെള്ളം കെട്ടി നിൽക്കാനും ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ജലത്തിൻ്റെ റൂട്ട് കംപ്ലീറ്റ് ആയിട്ടും ആർക്ക് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നു, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു മിസ്മാനേജ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്ന കാര്യത്തിൽ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ, മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് അത് പോയെന്ന് വരാം. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരുപാട് ഫ്ലഡ് മിസ്മാനേജ്മെൻറ്റ് ദുരന്തങ്ങളാണ് അവിടെ കാണുന്നത്. നോക്കിയേ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഫ്ലഡുകൾ ഈ ഡാമുകളുടെ മിസ്മാനേജ്മെൻറ്റ് കാരണം ഉണ്ടായ ഫ്ലഡുകളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോരോ വർഷങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസിബിൾ ആണ് ഓൺലൈനിൽ. അപ്പം ഒരു വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ എത്ര ക്രൂഷ്യലായിട്ടുള്ള റോളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒരുപാട് സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു. ഡാമുകളുണ്ട്, വിയറുകളുണ്ട്, ബറാജസ് ഉണ്ട്. നോക്കൂ, ഇത് ഹൂവർ ഡാമാണ്. ഹൂവർ ഡാം ഏറ്റവും വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഡാമാണ്. ഓക്കെ, ഇതാണ് തണ്ണീർമുക്കം ബാരേജ്. ഇത് നമ്മുടെ പല ഗേറ്റുകൾ, ആ പറയുന്ന ഓരോ തൂണുകളുടെ ഇടയ്ക്ക് ഗേറ്റുകളുണ്ട്. ആ ഗേറ്റുകളുടെ കൺട്രോൾ വഴി വെള്ളത്തിനെ അപ്സ്ട്രീമിൽ നിലനിർത്തുകയും ആവശ്യം വരുമ്പോൾ തുറന്നു വിടുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം ഈ തണ്ണീർമുക്കം ബണ്ട് അല്ലെങ്കിൽ ബാരേജ് വഴിയാണ് ഈ പറയുന്ന കോട്ടയം ജില്ലയിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് ഈ റൂട്ടിൽ വൈക്കം കോട്ടയം റൂട്ടിലൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഈ ബാരേജ് കാണാൻ കാഴ്ചയ്ക്ക് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ബാരേജസ് കൂടാതെ വിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അതാണിത്. വിയർ എന്ന് പറയുന്നതും ഈ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ഒരു
ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുകയും വെള്ളത്തിന് കുറുകെ കൊടുക്കുകയും വെള്ളത്തെ തടഞ്ഞു നിർത്തുകയും ഒരു പർട്ടിക്കുലർ ലെവൽ വരെ വെള്ളം എത്തിയതിന് ശേഷം മാത്രമേ വെള്ളത്തിന് ചാടിപ്പോകാൻ പറ്റുള്ളൂ. അതുവരെ ആ വെള്ളം അവിടെ ടെമ്പററി സ്റ്റോറേജ് ഒരുക്കാനും കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് വിയർ എന്ന് പറയുന്നത്. പക്ഷേ മറ്റേത് ഒരു ബറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗേറ്റ് സിസ്റ്റം യൂസ് ചെയ്ത് വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ബറേജ് എന്ന് പറയുന്നത്. ഇത് തണ്ണീർമുക്കം ബണ്ട് എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, വിയേഴ്സ്, ബൺസ്. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഒന്ന് ജലം, ഒന്ന് മലിനജലം. ഓക്കെ, വേസ്റ്റ് വാട്ടറും ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടറും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സിവിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്ന സംഗതിയാണ് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്. അത് കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് അത് സേഫ് ആണെന്ന് എൻഷുർ ചെയ്യണം. സേഫ് ആണെന്ന് എങ്ങനെ എൻഷുർ ചെയ്യും? ആദ്യം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അപ്പോൾ നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, ഒരു പർട്ടിക്കുലർ നാട്ടിലേക്ക് നമ്മൾ വെള്ളം കൊടുക്കാൻ പോവുകയാണ് എങ്കിൽ ആ വെള്ളം നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റിവറിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ വാട്ടർ സപ്ലൈ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വാട്ടർ ടാങ്കുകളിൽ വെള്ളം എങ്ങനെയാണ് എത്തുന്നത്? അവിടെ നിന്നായിരിക്കും പിന്നെ ലോക്കലൈസ്ഡ് പമ്പിങ് നടക്കുക അല്ലേ. അപ്പോൾ അവിടെ വെള്ളം എത്തുന്ന ഒരു റിവറിൽ നിന്നായിരിക്കും അത് പമ്പ് ചെയ്ത് അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിവർ, ആ സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ സോഴ്സിൽ പോയിട്ട് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ, ഒരു ഡോക്ടറെ രോഗിയെ പരിശോധിക്കുന്ന പോലെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്നത് പോലെ കുറേ അധികം ടെസ്റ്റുകൾ നമ്മൾ നടത്തും. അതിനകത്ത് വെള്ളത്തിനകത്ത് എന്തെല്ലാം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ്, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്, ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ്, അതിനകത്ത് ബാക്ടീരിയ കൗണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവനെ ആ വെള്ളത്തിനെ എടുക്കാൻ കൊള്ളുക എന്ന് ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ലാബിൽ അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നു. ഇനി വൺസ് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവണമെന്നില്ല. ചില കാര്യങ്ങളിൽ എന്താണ്, ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം, പെർമിസിബിൾ ലിമിറ്റ്സ് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? അതും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതും ആരാണ്? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. പല വകയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് സോഫ്റ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കണം. വെള്ളത്തിന് ടർബിഡിറ്റി ഉണ്ട്, വെള്ളത്തിൽ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടെങ്കിൽ ആ സോളിഡ്സിനെ റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സെഡിമെൻറ്റേഷൻ കൊടുക്കണം, ഫിൽട്രേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരുപാട് അണുക്കളുണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, ഡിസിൻഫെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ പെടുന്നു. ഈ കൊടുക്കുന്ന വെള്ളം നമ്മളൊരു സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അവരത് കൺസ്യൂം ചെയ്തതിന് ശേഷം ഇതേ വെള്ളം എന്താവും? വേസ്റ്റ് വാട്ടറായിട്ട് തിരിച്ചു വരും അല്ലേ. അപ്പോൾ ഇത് കൂടാതെ ചിലപ്പോൾ ബാത്റൂം വേസ്റ്റ് ഉണ്ടാവും, ടോയ്ലറ്റ് വേസ്റ്റ് ഉണ്ട്, ഇതെല്ലാം ചിലപ്പോൾ സീവേജ് സിസ്റ്റത്തിലൂടെ ചിലപ്പോൾ തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനെയും നമുക്ക് നേരെ തിരിച്ചു കൊണ്ട് എവിടെ റിവറിൽ ഡംപ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ നേരെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ആ റിവറിനോട് ചെയ്യുന്ന വലിയ ഘോര പാവമായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ ഗംഗാ റിവറിലൊക്കെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമാമി ഗംഗ അല്ലെങ്കിൽ ഗംഗ ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പേരിൽ വളരെ വലിയ പ്രോജക്ട്സ്, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്ട്സ് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്നുവെങ്കിലും ഇപ്പോഴും പല രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാണുമ്പോൾ നമുക്ക് വളരെ ശോചനീയമായ കാഴ്ചയാണ്, വളരെ വേദനാജനകമായ കാഴ്ചയാണ്. നമ്മുടെ നാട് റിവേഴ്സിനെ ദേവികളായിട്ട് ഒക്കെ കാണുന്ന നമ്മുടെ നാട്, നമ്മുടെ നദികളോട് ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് നമുക്കപ്പം മനസ്സിലാവും. കാരണം ഈ പറയുന്ന ഗംഗാ നദിയുടെ കരയിലാണ് പാട്ന പോലെ, ലക്നൗ പോലെ, അതുപോലെ ഒരുപാട് കാശി പോലെ അല്ലേ, വാരണാസിയൊക്കെ പോലെയുള്ള വളരെ വലിയ പട്ടണങ്ങളുള്ളത്. ഈ പട്ടണങ്ങൾ കാൺപൂറൊക്കെ പോലെയുള്ള ഡൈ ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള പട്ടണങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ ഹെവി വേസ്റ്റുകൾ, അതുപോലെ കുംഭമേള പോലെയുള്ള വലിയ മേളകൾ വഴി ബനാറസിൽ ഈ പറഞ്ഞ ഹരിദ്വാറിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകൾ, അതുപോലെ പാതി ദഹിപ്പിച്ച മൃതദേഹങ്ങൾ, ഇതൊക്കെ വരുന്ന ഗംഗാ റിവർ. ആ ഗംഗാ റിവറിനെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പ്രൊജക്റ്റുകളാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഹെവി പൊല്യൂഷൻസ് ഒരു ടൗണിലേക്ക് കൊടുത്ത വെള്ളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ പറഞ്ഞ മലിനജലത്തിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ വാട്ടർ സോഴ്സിലേക്ക് കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡൗൺ സ്ട്രീമിലെ ഈ വലിയ ഹെവി പൊല്യൂഷനെയൊക്കെ ഡൗൺ സ്ട്രീമിലെ ജനങ്ങൾ അതുപോലെ കൺസ്യൂം ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അവിടെ വലിയ വലിയ അസുഖങ്ങളും വലിയ ദുരന്തങ്ങളും സംഭവിക്കാനിടയുണ്ട്. ഈ റിവറിനെ തന്നെ നമ്മൾ വളരെ മോശം പൊല്യൂട്ടഡ് അവസ്ഥയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സാഹചര്യവും കാണേണ്ട സാഹചര്യവും ഒക്കെ വരും. അത് വലിയ ഏരിയകളിലേക്ക് എല്ലാ ആംഗിളിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സാണ്. ഈ പറയുന്ന ഇറങ്ങിപ്പോകുന്ന വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യണം. അത് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം? അപ്പോൾ വീണ്ടും നമ്മൾ വെള്ളത്തിനെ സ്റ്റഡി ചെയ്തതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യണം.
എല്ലാ പാരാമീറ്റേഴ്സും എല്ലാ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, വെള്ളം വീണ്ടും ഈ പറയുന്ന മലിനജലത്തിനെ വീണ്ടും പ്യുവർ വാട്ടറായിട്ട് ഏറ്റവും നല്ല വെള്ളമായിട്ട് വീണ്ടും നമുക്ക് റീകൺവേർട്ട് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറേ അധികം എഫേർട്ട് കൊടുക്കേണ്ടതുണ്ട്, കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സ് നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം ആര് ചെയ്യും? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ചെയ്യും. അതേ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർക്ക് വീണ്ടും ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്? ഒരു പുതിയ ഡാം ഒരു സ്ഥലത്ത് വരും, ഒരു പുതിയ ഹൈഡ്രോളിക് സ്ട്രക്ചർ ഒരു സ്ഥലത്ത് വരുന്നു, ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ഥലത്ത് വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ നാടിനെ, ആ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും ഒക്കെ ജീവജാലങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഡാം വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുകയാണ്. അവരെന്ത് ചെയ്യും അല്ലേ? അതുപോലെ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു വിയർ വരുന്ന സമയത്ത് അവിടുത്തെ മീനുകൾക്ക് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മീനുകൾക്ക് ചിലപ്പോൾ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്കും, ചില സീസണുകളിൽ ഡൗൺ സ്ട്രീമിൽ നിന്ന് തിരിച്ച് അപ്സ്ട്രീമിലേക്കും ഒക്കെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഒരുപക്ഷെ മുട്ടയിടുന്ന മീനുകളാണെങ്കിൽ അവർ പറയുന്ന പോലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്തിയിട്ടായിരിക്കും അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ മീനുകൾ മുട്ടയിടുക. അല്ലെ മറ്റൊരു സീസൺ വരുമ്പോൾ അവർ ദേശാടന കിളികൾ പറന്നു പോകുന്നത് പോലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ പോയിട്ടായിരിക്കും ഒരു സീസൺ അവരെ ചിലവഴിക്കുക. അപ്പോൾ ഈ ഫിഷിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റ്സിനെ ഒക്കെ ബാധിക്കും ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ അവരെ ബാധിക്കാതെ അവിടെ ഒരു ഫിഷ് ലാൻഡ് കൺസ്ട്രക്ട് ചെയ്യണം. അവരെ ബാധിച്ചാൽ അത് എത്രമാത്രം ബാധിക്കും, അവിടെ ഉള്ള ജീവജാലങ്ങൾ, അവിടുത്തെ മനുഷ്യരെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ബാധിക്കും എന്നുള്ള രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത് ആരാണ്? എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ ചുറ്റുവട്ടത്തിലെയൊക്കെ നമ്മുടെ ഫാക്ടറീസ് അല്ലെങ്കിൽ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വഴി സംഭവിക്കുന്ന ഒരുപാട് പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ ഉണ്ട്, നോയിസ് പൊല്യൂഷൻ ഉണ്ട് അല്ലേ, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഇതിനകത്തൊക്കെ ഇടപെടാനും ആ കൺട്രോൾ ഏത് തരത്തിൽ ചെയ്യണമെന്നും ഏത് ലെവൽ വരെ അതിനകത്ത് ഇടപെടണമെന്നും ഓരോ ചെറിയ പാരാമീറ്റേഴ്സിനും എങ്ങനെ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് എങ്ങനെ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാം, ലിമിറ്റ് ചെയ്യാമെന്നൊക്കെ പഠിക്കുകയും അത് എക്സസൈസ് ചെയ്യുകയും ഈ പറയുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സും ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും എല്ലാം അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും മനുഷ്യൻ്റെ ജീവനെയും ഒക്കെ സംരക്ഷിക്കാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ് ഈ പറയുന്ന നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രീമുകളിലൊന്ന്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ആണ്. ഇതിനകത്തൊക്കെയാണ് വെള്ളം പല പല സ്റ്റേജുകളിലൂടെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. സെഡിമെൻറ്റേഷൻ ടാങ്കുകൾ, ഫിൽറ്ററുകൾ, ഡിസിൻഫെക്ഷൻ യൂണിറ്റുകൾ, ഇതൊക്കെ ചേർന്നതാണ് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വട്ടത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ്, അവിടെ വേസ്റ്റ് വാട്ടർ വരികയും ആ വെള്ളം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ അതിലെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സുകളാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഓക്കെ, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഹയർ സെമസ്റ്ററുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രോസസ്സുകളും നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചതാണ് സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഡിസിപ്ലിൻസ്. അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്, നമ്മൾ ഭൂമിക്ക് മുകളിൽ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ അസ്ഥികൂടം ഉള്ളതുപോലെ ആ ഉള്ളിലുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സിനെയൊക്കെ ലോഡ് എടുക്കുന്ന സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, ബീമുകൾ, കോളംസ്, സ്ലാബ്സ്, ഇതിൻ്റെയൊക്കെ ഡിസൈൻ, അതിനകത്ത് സ്റ്റീല്, ആ സ്റ്റീലിൻ്റെ സ്പേസിങ്, അതിൻ്റെ ഡയമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് സെക്ഷൻസ്, അതിൻ്റെ ഷേപ്പ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റീൽ ബീമുകൾ കൊടുക്കാം, സി ചാനൽ കൊടുക്കാം, എൽ കൊടുക്കാം, എച്ച് കൊടുക്കാം, ഐ കൊടുക്കാം, അതിൻ്റെയൊക്കെ വലുപ്പം, അതിൻ്റെ നീളം, വീതി, തിക്നെസ്, ഇതെല്ലാം ആര് ഡിസൈൻ ചെയ്യുന്നു? സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്നു. എന്നാൽ മണ്ണിൻ്റെ അടിയിലുള്ള ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ അതിൻ്റെ അടിത്തറ ചെയ്യുന്നത്, അത് ഡിസൈൻ ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സോയിലിനെ സ്റ്റഡി ചെയ്യുന്നത്, സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. അതുപോലെ ജലം എന്ന് പറയുന്ന അമൂല്യമായ സ്രോതസ്സ്, ഈ വെള്ളത്തിനെ റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ്, കനാലുകൾ, ഡാമുകൾ, വിയേഴ്സ്, ബറാജസ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കനാലുകളിലൂടെ എത്ര വെള്ളം പോകണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന, വെള്ളത്തിന് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ അളവുകളിൽ അത് തുറന്നു വിടണമെന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു മഴ വരാൻ പോകുന്നത് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഡൗൺ സ്ട്രീമിൽ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ അസസ് ചെയ്യുക, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്ന വേസ്റ്റ് വാട്ടറിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുക. അതുപോലെ ഒരു പുതിയ സ്ട്രക്ചർ വരുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുക, അത് ജനങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകളെ പഠിച്ച് മനസ്സിലാക്കി റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സും ഒക്കെ ഡിസൈൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൺസ്ട്രക്ഷൻസ് നടത്തുക, ഇതെല്ലാം ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം. ഇതെല്ലാമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഏരിയാസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. എ പാർട്ടിലായിക്കോട്ടെ ബി പാർട്ടിലായിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ട്രീമിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം. പ്രധാനപ്പെട്ട നിങ്ങളുടെ സിലബസിൽ പറയുന്ന സ്ട്രീമുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇത് കൂടാതെ അഡീഷണലി വേണമെങ്കിൽ ഇനിയും ഫീൽഡുകൾ നമുക്ക് വീണ്ടും വീണ്ടും പറയാം. ഫോർ ഇൻസ്റ്റൻസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഒരു ഫീൽഡാണ്. അവിടെ എന്താ ചെയ്യുന്നത്? റിസോഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആണ്, ടൈമിൻ്റെ മാനേജ്മെൻ്റ് ആണ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മാൻ, മണി, മെറ്റീരിയൽ, മിഷനറി. ഓക്കെ, അപ്പോൾ ആ എം ഓർത്തിരിക്കുക. മനുഷ്യനെ മാനേജ് ചെയ്യണ്ടേ? ഒരു പർട്ടിക്കുലർ സൈറ്റിൽ ഓരോ പർട്ടിക്കുലർ വർക്കിനും എത്ര ആൾക്കാരെ നിർത്തണം? ഓക്കെ, ഒരുപാട് വർക്കുകൾ ഒരേ സൈറ്റിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഫൗണ്ടേഷൻ്റെ വർക്ക് കാണും, സൂപ്പർ സ്ട്രക്ചറിൻ്റെ വർക്ക് കാണും, അല്ലേ, പെയിൻറ്റിങ് വർക്കുകൾ കാണും, പ്ലംബിംഗ് വർക്കുകൾ കാണും, ഇലക്ട്രിക് വർക്കുകൾ കാണും. ഇതിനൊക്കെ എത്ര ആൾക്കാർ വേണം? ഏതൊക്കെ ടൈപ്പ് സ്കിൽഡ് ആൾക്കാർ എവിടെയൊക്കെ വേണം? അൺസ്കിൽഡ് ആൾക്കാർ എവിടെയൊക്കെ വേണം? എത്ര ആൾക്കാർ ഓരോ ദിവസവും ആരൊക്കെ വരണം? എത്ര പേര് വരണം? ഇതെല്ലാം ഡിസൈഡ് ചെയ്യാനായിട്ട് അതാണ് ഈ മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്? മാൻ ഉണ്ട്, മണി ഉണ്ട്, അല്ലേ? ഏതൊക്കെ രീതിയിൽ ആ പറഞ്ഞ കൺസ്ട്രക്ഷൻ പ്രൊജക്ടിന്റെ എക്കണോമീനെ നമ്മൾ ഏതൊക്കെ ഡിസിഷൻസ് വഴി നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമുക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരെ അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണം ഇന്ന് തന്നെ വേണം വർക്ക് തീർക്കുക. അല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ മെഷീനറീസ് ഒക്കെ നമുക്ക് വാടകയ്ക്ക് എടുത്ത് വേണം ഇന്ന് തന്നെ ചെയ്യാവുന്ന വർക്ക് ചിലപ്പോൾ അത് ഒരാഴ്ച കൊണ്ടും തീർക്കാൻ പറ്റും. അപ്പം എവിടെയാണ്, എങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് ആ മണി, ആ എക്കണോമി മിനിമൈസ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക? ഇതെല്ലാം ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു വലിയ പ്രോജക്റ്റിനെ 1 വർഷം കൊണ്ട് അല്ലെ 1.5 വർഷം കൊണ്ട് എടുക്കുന്ന പ്രോജക്റ്റിനെ നമുക്ക് എങ്ങനെ ഒരു 8 മാസം കൊണ്ട് നമുക്ക് ക്രാഷ് ചെയ്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, മിനിമം സമയത്ത് ചെയ്യുമ്പോൾ ക്വാളിറ്റിയെ ബാധിക്കാതെ എങ്ങനെ കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാം, ഇതെല്ലാം ഒരു കൺസ്ട്രക്ഷൻ മാനേജറാണ്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡാണ്. ഈ പറയുന്ന മാനേജ്മെൻറ്റ്സ്, മാൻ, മണി, മിഷനറീസ് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സാണ്, കൺസ്ട്രക്ഷൻ മാനേജേഴ്സാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ഫീൽഡാണ്. അപ്പോൾ ഇത്തരത്തിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് വീണ്ടും ഒരുപാട് ഫീൽഡുണ്ട്. എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. അതായത് ഭൂമിയിലെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് ദുരന്തങ്ങളിലൊന്നാണ് ഭൂമി കുലുക്കം, എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത്, സീസ്മിക് ആക്ടിവിറ്റി. നമ്മുടെ ബിൽഡിങ്ങുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ റോഡുകളൊക്കെ എർത്ത്ക്വേക്ക് ആക്ടിവിറ്റീസ് വരുമ്പോഴത്തേക്കും അത് തകർന്നു പോവാതെ, കൊളാപ്സ് ആയി പോവാതിരിക്കണമെങ്കിൽ എർത്ത്ക്വേക്ക് ഡിസൈൻ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫീൽഡിനെ പറ്റി പഠിക്കുന്ന, അതൊക്കെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫീൽഡുകൾ നമുക്ക് പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങളുടെ സിലബസിനകത്ത് പ്രധാനമായിട്ടും സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ഇതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതിനാൽ പ്രധാനമായിട്ട് നിങ്ങൾ അത് പഠിക്കുക. അഡീഷണലി കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ചെയ്യുന്നത് മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ റിസോഴ്സസിൻ്റെ മാനേജ്മെൻ്റ് ആണ്. അതുവഴി ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ, ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമീനെ ഒക്കെ ബാധിക്കുന്ന ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നത് കൺസ്ട്രക്ഷൻ മാനേജേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കും. നാഷണൽ ബിൽഡിംഗ് കോഡ് തുടങ്ങിയുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് പോലെയുള്ള ക്രൂഷ്യൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്